ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഭയങ്കര സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. ഇത് നമ്മൾ മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നാട്ടിൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ വൈറ്റ് ബജി. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് 4 മണിക്കൊക്കെ ഒരു ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കൂടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ സാധാരണ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ തൊട്ടടുത്ത ബെൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റും ഫീഡ്ബാക്കും ഒക്കെ കമൻറ്റ് ബോക്സിൽ തന്നെ ഇടാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കുറേ കമൻറ്റൊക്കെ തരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന ഇന്നത്തെ നമ്മുടെ പൊട്ടാറ്റോ ബജി. അപ്പോൾ ഇത് ശരിക്കും പിങ്ക് കളറിലാണ്. ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഈ പിങ്ക് കളറിലുള്ള കിഴങ്ങിന് നല്ല മധുരമുണ്ട്. ഇനി ഇതൊന്ന് റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് തിന്നായിട്ട് തന്നെ വേണം കട്ട് ചെയ്യാൻ. അധികം തിക്കായി കഴിഞ്ഞാൽ നമുക്കിത് വെന്ത് കിട്ടില്ല. അപ്പോൾ ഈ ഒരു തിന്നിൽ വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കിഴങ്ങ് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് പ്രത്യേകം നല്ല കിഴങ്ങ് നോക്കി തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കാരണം അതൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ കടലപ്പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ചൊരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കൊരു സ്പൈസി ആയിട്ട് കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. മഞ്ഞൾപ്പൊടി ചേർത്താൽ കുറച്ച് കളറ് കിട്ടും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാറ്റർ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കരുത്. കാരണം ഈ ബാറ്റർ നല്ല തിക്കായിട്ട് വേണം നമുക്കൊരു കോട്ടിങ്ങിനുള്ള തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിൽ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് നല്ല കോട്ടിങ് കിട്ടൂല നമ്മുടെ കിഴങ്ങിന്. ഇനി നമുക്ക് കടായി സ്റ്റൗവിൽ വയ്ക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മധുരക്കിഴങ്ങ് ഈ മാവിലേക്കൊന്ന് മുക്കിയെടുത്തിട്ട് നന്നായി മുക്കിയെടുക്കണം ഇതുപോലെ. എന്നിട്ട് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കണം. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമേ ഇതൊന്ന് പൊങ്ങി വരികയുള്ളൂ. ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് എണ്ണ ഇപ്പം നല്ല ചൂടാണ്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. ഇനി ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂട് നോക്കിയിട്ട് നിങ്ങൾക്കതൊന്ന് കുറച്ച് കൊടുക്കാവുന്നതാണ്. കാരണം ഇതിൻ്റെ അകത്തുള്ള കിഴങ്ങ് നമുക്കൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് 2 സൈഡും ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഭാഗമായിട്ടുണ്ടാവും. ഇനി മറ്റേ സൈഡും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇത് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ നമുക്കിതിൽ നിന്ന് മാറ്റാം. ഇത് ആദ്യം തന്നെ ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കിഴങ്ങൊക്കെ. പക്ഷെ ആദ്യം നിങ്ങളൊന്ന് എടുത്തു കഴിഞ്ഞാൽ നോക്കണം ഇത് കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക, പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ
അപ്പോൾ ഇതെല്ലാം ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. ബാക്കിയുള്ള ബാറ്ററും കൂടെ ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് എത്ര പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും നമുക്ക്. പെട്ടെന്ന് ഇങ്ങനെ കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനധികം മിക്സിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.